നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വലിയൊരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പലരും. അവർക്കിടയിലേക്ക് ആശങ്കയുടെ തീ പടർത്തിയാണ് അമേരിക്കയിൽ സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കുന്ന വാർത്ത എത്തിയിട്ടുള്ളത്. ഫുൾബ്രൈറ്റ് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം നേടാനുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം പുനർനിർണ്ണയിക്കാൻ ഡൊണാൾഡ് ട്രംപ് സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ നടപടി. ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തീരുമാനമാണ് ഇത്. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിദ്യാർത്ഥികളെയും കുടുംബത്തെയും തള്ളിയിടും എന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പഠനം തുടങ്ങാനിരിക്കുന്നവരേക്കാൾ കോഴ്സ് പാതി വഴിയിലെത്തിയവരിലാണ് ആശങ്ക കൂടുതലുള്ളത്. അമേരിക്കയിൽ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവും ഫീസുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ സ്കോളർഷിപ്പ് നിർത്തലാക്കുന്നത് സാധാരണക്കാർക്ക് അമേരിക്കയിൽ താങ്ങാനാകാത്ത ഭാരമാണ് ഉണ്ടാക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സ്കോളർഷിപ്പുകൾ മാത്രമാണ് അമേരിക്കയിൽ പഠിക്കാനുള്ള ഏക പ്രായോഗിക മാർഗം. സ്കോളർഷിപ്പുകൾ നിലയ്ക്കുന്നതോടെ സ്വയം ചെലവുകൾ വഹിക്കേണ്ടി വരുമെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിനൊപ്പം തന്നെ ജോർജ് ടൗൺ സർവകലാശാലയിലെ ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോയെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റൊരു വിദ്യാർത്ഥിയെ കാനഡയിലേക്ക് നാടുകടത്തുകയും ചെയ്തതിന് പിന്നാലെ US-ലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ നിയമങ്ങൾ പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഈ രണ്ട് വിദ്യാർത്ഥികളും സഹായത്തിനായി അമേരിക്കയിലെ നയതന്ത്ര കാര്യാലയത്തെ സമീപിച്ചിട്ടില്ല എന്നാണ് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് വാഷിംഗ്ടൺ DC-യിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനായ ബാദർഖാൻ സൂരിയെ അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് തടവിലാക്കിയത്. ഹമാസ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് നാടുകടത്താനുള്ള നീക്കം അമേരിക്കയിലെ ഫെഡറൽ ജഡ്ജി തടഞ്ഞിട്ടുണ്ട്. കൊളംബിയ സർവകലാശാലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥി രഞ്ജിനി ശ്രീനിവാസൻ സ്വയം കാനഡയിലേക്ക് നാടുകടത്തപ്പെട്ട് കേവലം ഒരാഴ്ച മാത്രമാകുമ്പോഴാണ് സൂരിക്കെതിരെ നടപടി വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അക്രമവും ഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ച് അമേരിക്ക രഞ്ജിനിയുടെ വിസ റദ്ദാക്കിയതിന് പിന്നാലെയാണ് അവർ സ്വയം നാടുകടത്തൽ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന നടപടികളും അവർ കൈക്കൊള്ളുന്നുവെന്ന് അമേരിക്ക ആരോപിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ അവിടെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ ഉണ്ട് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഫെഡറൽ ജഡ്ജി ഉത്തരം നൽകിയിട്ടുണ്ട്. വിസ, കുടിയേറ്റ വിഷയങ്ങളിലെ തീരുമാനങ്ങൾ അതത് രാജ്യത്തിൻ്റെ സ്വയം നിർണയാവകാശമാണെന്നും പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ ജഡ്ജി പറഞ്ഞിരുന്നു. അവിടെയുള്ളവർ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വിസ, കുടിയേറ്റ നയങ്ങൾ പൂർണ്ണമായും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. നമ്മുടെ രാജ്യത്തേക്ക് വിദേശ പൗരൻ വരുമ്പോൾ അവർ നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാർ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണമെന്നും ഫെഡറൽ ജഡ്ജി വ്യക്തമാക്കി. സൂര്യയെ തടവിലാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞതായും പക്ഷേ അദ്ദേഹമോ അമേരിക്കൻ അധികൃതരോ ഇന്ത്യയെയോ നയതന്ത്ര കാര്യാലയത്തെയോ സമീപിച്ചിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത്. രഞ്ജിനി ശ്രീനിവാസനും സഹായം തേടി നയതന്ത്ര കാര്യാലയത്തെ സമീപിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. രഞ്ജിനി F1 വിദ്യാർത്ഥി വിസയുമായാണ് അമേരിക്കയിലേക്ക് എത്തിയിട്ടുള്ളത്. കൊളംബിയ സർവകലാശാലയിലെ നഗരാസൂത്രണ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നുവെന്ന് അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. രഞ്ജിനി ഹമാസിനെ പിന്തുണയ്ക്കുന്ന നടപടികൾ കൈക്കൊണ്ടതാണ് അമേരിക്കൻ അധികൃതരെ ചൊടിപ്പിച്ചത് എന്ന് പറയുന്നു. മാർച്ച് 5-നാണ് അവരുടെ വിസ അമേരിക്ക റദ്ദാക്കിയത്. മാർച്ച് 11-ന് രഞ്ജിനി കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഹോം ആപ്പ് ഉപയോഗിച്ച് സ്വയം നാടുകടത്തപ്പെട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം അമേരിക്കൻ ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു. ഇത്തരം വിദ്യാർത്ഥികൾ ഭീകരതയോട് അനുഭാവമുള്ളവരാണെന്നും ഇവരെ നാടുകടത്തിയില്ല എങ്കിൽ സർവകലാശാലകളുടെ ഫണ്ട് റദ്ദാക്കുമെന്നുമാണ് ട്രംപിൻ്റെ ഭീഷണി. ട്രംപിൻ്റെ നയങ്ങൾ അക്കാദമിക ലോകത്തും വിദ്യാർത്ഥികൾക്കിടയിലും ശരിക്കും ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനു കീഴിലാണ് വിസ, കുടിയേറ്റ കാര്യങ്ങൾ വരുന്നത്. ആഭ്യന്തര കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കാനും US-ന് അധികാരമുണ്ട്. വിദേശികൾ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മുടെ നിയമങ്ങൾ പാലിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പൗരന്മാർ വിദേശത്തും ഇത്തരം നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റുകളും എംബസികളും ഇവരെ സഹായിക്കാൻ രംഗത്തുണ്ടാകും. വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ US-ലെ വിവിധ സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട് എന്നും ജയ്സ്വാൾ പറയുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. അതിനായി പ്രവാസി മലയാളി പ്ലസ് സബ്സ്ക്രൈബ്.